നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കമ്മീഷണർ സൈക്കാണെന്നൊന്നും ഞാൻ പറയില്ല. അയാളൊരു തന്ത്രശാലിയായി കുറുക്കനായിരുന്നു. അയാളുടെ എല്ലാ പ്രതീക്ഷകളും തെറ്റിയെന്ന് ഉറപ്പായപ്പോഴാണ് ആത്മഹത്യ ചെയ്തത്. അല്ലെങ്കിലും ദുഷ്ടന്മാരുടെ അവസാനം ഇങ്ങനെയൊക്കെ ആയിരിക്കും. അവസാനം സ്വയം ശിക്ഷ നടപ്പാക്കാനായിരുന്നു അയാളുടെയും വിധി. പക്ഷേ അഞ്ജന എവിടാണെന്ന് ഒരു വിവരവുമില്ല. ഇല്ല, അന്വേഷിക്കുന്നുണ്ട്. ചോറിൽ വിഷം കലർത്തിയതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ആരാണ് എന്താണെന്നൊന്നും വ്യക്തമായിട്ടില്ല. ഒരുപക്ഷേ കമ്മീഷണർ ആദ്യം വിഷം കഴിച്ചു മരിക്കാൻ പ്ലാൻ ചെയ്തിരിക്കാം. എന്നിട്ടാവും സ്വന്തം റിവോൾവർ കൊണ്ട് ശിക്ഷ നടപ്പാക്കിയത്. അപ്പോ കമ്മീഷണർ ആത്മഹത്യ ചെയ്ത സമയത്ത് അഞ്ജന അവിടെ ഉണ്ടായിരുന്നില്ലെന്നാണോ സാർ പറയുന്നത്? ഉണ്ടാവാൻ സാധ്യതയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അഞ്ജന അവിടെ ഉണ്ടായിരുന്നെങ്കിൽ കമ്മീഷണർ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. അവസാനം കമ്മീഷണറെ കാണാൻ പോയത് അർജുനും പൂജയും ആവാനാണ് സാധ്യത. പിന്നീട് ആരും കമ്മീഷണറെ കണ്ടതായി പറയുന്നില്ല. അപ്പൊ പിന്നെ അഞ്ജന എവിടെ പോയി? പൂജമോളും അർജുനും പോകുമ്പോ അഞ്ജന അവിടെ ഉണ്ടായിരുന്നല്ലോ. എന്തായാലും അന്വേഷിക്കുന്നുണ്ട്. നമുക്ക് കണ്ടുപിടിക്കാം. മിക്കവാറും റാണിയോടൊപ്പം പോവാനാണ് സാധ്യത. ഏതായാലും എങ്ങനെയെങ്കിലും അഞ്ജന എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. നോക്കട്ടെ സാർ, എന്ത് വിവരം കിട്ടിയാലും ഞാൻ അറിയിക്കാം. ഓക്കെ, ശരി കിരൺ. എന്നാ ഞാൻ വരട്ടെ സാർ. അല്ല, നാളെ അർജുനെ യാത്ര അയക്കാൻ പറ്റില്ലേ? അത് പിന്നെ വരാതിരിക്കോ സാർ? ഉറപ്പായിട്ട് ഞാനുണ്ടാവും. ശരി ശരി. നന്ദേട്ടാ, എന്തായി? അഞ്ജന എവിടെ ഉണ്ടെന്നെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല, മിക്കവാറും റാണിയുടെ ഒപ്പം പോവാൻ സാധ്യതയുണ്ടെന്നാണ് കിരൺ പറഞ്ഞത്. പാവം, അങ്ങനെ തന്നെ ആയ മതിയായിരുന്നു. ഇനിയെങ്കിലും അഞ്ജനയ്ക്ക് സമാധാനമുള്ളൊരു ജീവിതം കിട്ടിയാൽ മതിയായിരുന്നു. അഞ്ജനയുടെ ഭർത്താവും മക്കളും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്നും അവൾക്ക് ദുരിതങ്ങൾ തന്നെയായിരിക്കും നേരിടേണ്ടി വരിക. അല്ല നന്ദേട്ടാ, ഇനി റാണിയോടൊപ്പം അഞ്ജന ഉണ്ടോന്ന് എങ്ങനെ അറിയാം? അതും അറിയില്ല. ആ കമ്മീഷണറെ വിശ്വസിക്കാനും പറ്റില്ല. സഹോദരിയാണെന്നൊന്നും നോക്കാതെ അയാൾ അഞ്ജനെ അപായപ്പെടുത്താനും മടിക്കില്ല. അതിനുശേഷമാണ് അയാൾ ആത്മഹത്യ ചെയ്തെങ്കിലോ? ഈശ്വര, അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. എന്തായാലും അഞ്ജനെ കുറിച്ചൊരു വിവരമില്ലാത്ത കാര്യം അർജുനെയും പൂജയും യാത്ര അയക്കാൻ പോകുമ്പോ നമുക്ക് പറയണ്ട. എന്തായാലും അത് പൂജയ്ക്കൊരു വലിയ ഷോക്കാവും. പിന്നെ അഞ്ജനെ കണ്ടെത്തുന്നവരെ അവക്കൊരു സമാധാനം ഉണ്ടാവില്ല. അല്ല, ആ SP പറഞ്ഞാലോ? ഞാൻ കിരണോട് വിളിച്ചു പറയാം. അഞ്ജനയുടെ കാര്യം തൽക്കാലം അവരുടെ അടുത്തൊന്നും പറയണ്ടെന്ന് പറയാം. നന്ദേട്ടാ, അല്ല അതിപ്പോ അർജുൻ അറിഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ പൂജമോൾ അറിയാതിരുന്നാ മതി. അവൾക്ക് എന്നോടുള്ളതുപോലുള്ള സ്നേഹം അഞ്ജനയോടും ഉണ്ട്. അത് ശരിയാ. ഒന്നുമല്ലെങ്കിലും കുറച്ചുനാൾ അവരൊന്നിച്ചു കഴിഞ്ഞവരല്ലേ. അപ്രതീക്ഷിതമായി നമ്മളുടെ ജീവിതത്തിലേക്ക് ഒരു ഭ്രാന്തനെ പോലെ ആ കമ്മീഷണർ വന്നു കയറി. ഒടുവിൽ അയാൾ തന്നെ സ്വയം മരണത്തെ വരിച്ച് കീഴടങ്ങി. പാവം, അഞ്ജനയ്ക്കൊന്നും സംഭവിക്കാതിരുന്നാ മതിയായിരുന്നു. എവിടെയായിരുന്നാലും അവള് ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞാ മതിയായിരുന്നു. അഞ്ജനയുടെ തലവിധി എന്താണോ അത് നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. എന്റെ അച്ഛൻ കാരണം ഞാൻ അവൾക്കൊരു പാപിയായില്ലേ? നന്ദേട്ടാ, എന്തിനാ എപ്പോഴും ഇങ്ങനെ പറയുന്നത്? എന്റെ കാഴ്ചപ്പാടിൽ നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഒന്നാവാൻ വേണ്ടി സ്നേഹിച്ചവരാ. പക്ഷേ വിധി നിങ്ങളെ അകറ്റി. അതിന് കാരണക്കാരായതോ എന്റെ അമ്മയും നന്ദേട്ടന്റെ അച്ഛനും. നന്ദേട്ടാ, ഇനി അതൊക്കെ അങ്ങ് മറന്നേക്ക്. ദേ, നമുക്കൊരു കൊച്ചുമോളും കൂടി ഉള്ളതാ. വയസ്സുകാലത്ത് അവളാ ഇനി നമ്മുടെ ലോകം. എടാ, നീ എന്താ മോനെ ഈ പറയുന്നേ? നീ സ്നേഹം കൂടി ഇവിടുന്ന് പോയ പിന്നെ ഇവിടെ ആരാ ഉള്ളേ? അവിടെ സ്നേഹയുടെ അച്ഛനമ്മ മാത്രമല്ലേ ഉള്ളൂ അമ്മേ. അതുകൊണ്ടാ
അവരിങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞപ്പോ ഞാൻ എതിരൊന്നും പറയാതിരുന്നേ. അർജുനും പൂജമോളും കുഞ്ഞും കൂടി പോകുമ്പോ തന്നെ ഈ വീട് ഉറങ്ങും. പിന്നെ ഞങ്ങൾ ഇങ്ങനെ മുഖാമുഖം നോക്കി ഇവിടെ ഇരിക്കണം അല്ലേ? സ്നേഹമോൾ എന്താ പറഞ്ഞേ? അവളെന്ത് പറയാനാമേ, സ്വന്തം വീട്ടിൽ പോയി താമസിക്കാൻ ആർക്കായാലും ആഗ്രഹം കാണില്ലേ? വല്ലപ്പോഴും വന്നും പോയി നിൽക്കാം. ഇനിയിപ്പൊ ഞാനെന്ത് പറയാനാ? നിങ്ങൾ എവിടെയാണെങ്കിലും സന്തോഷത്തോടെ കഴിഞ്ഞാ മതി. ഞങ്ങൾ മാത്രം അങ്ങനെ സന്തോഷത്തോടെ കഴിയുന്നില്ലമ്മേ. ഇവിടം വിട്ട് ഞങ്ങൾ എങ്ങോട്ടും പോകുന്നില്ല. എന്റെ അച്ഛനും അമ്മയും അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞെന്നല്ലേ ഉള്ളൂ. കണ്ടോടാ, എന്റെ മോള് പറഞ്ഞത് കേട്ടോ നീ? അതെ അഖിൽ, നമ്മളും കൂടി പോയാ പിന്നെ അമ്മയും അച്ഛമ്മയും എല്ലാം ഒറ്റപ്പെട്ടു പോവില്ലേ? അറിയാലോ, പൂജേച്ചി ഇവിടുന്ന് പോകുന്നത് മനസ്സുണ്ടായിട്ടൊന്നുമല്ല. അത് പിന്നെ ചേട്ടനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റുമോ? ആണല്ലോ. അതുപോലെ തന്നെ ഇവര് നമുക്ക് ഒറ്റയ്ക്കാക്കാൻ പറ്റുമോ? അല്ലേ അമ്മേ? എപ്പോ വേണമെങ്കിലും നമുക്ക് പോയി എന്റെ അച്ഛനും അമ്മയും കാണാലോ. ഇവിടെ ഞാൻ സീറോ അഭിപ്രായക്കാരനാമേ. തീരുമാനം സ്നേഹയുടേതായതുകൊണ്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ. അല്ലെങ്കിലും പെൺമക്കൾക്ക് എന്ന അഭയം ഭർത്താവിന്റെ വീടാകില്ലേ, എങ്കിലേ നല്ലൊരു കുടുംബിനിയായി ജീവിക്കാൻ പറ്റൂ. അങ്ങനൊന്നും അല്ല മോളെ. സാഹചര്യങ്ങളാ നമ്മളെയൊക്കെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. സ്വന്തം അച്ഛനമ്മമാരോടൊപ്പം നിന്നാലും കുടുംബിനിയാകാനൊക്കെ പറ്റും. എന്നാലേ എനിക്ക് ഈ അമ്മയോടൊപ്പം നിന്നാ മതി. എന്റെ അമ്മയ്ക്ക് അതാ ഇഷ്ടം. അമ്മേ, ഞാൻ എയർപോർട്ടിൽ പോയിട്ടെ ചേട്ടന്റെ യാത്രയ്ക്കുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ. പോയിട്ടോ. നമ്മൾ ഇവിടുന്ന് പോകുന്നതില് എല്ലാവർക്കും നല്ല വിഷമമുണ്ടാ ചേട്ടാ. അത് പിന്നെ കാണാതിരിക്കോ? ആരായാലും വിഷമം കാണും. എന്താ നമുക്കില്ലേ? സത്യമായിട്ട് എനിക്ക് നല്ല വിഷമമുണ്ട്. ആ ചേട്ടൻ ജോലിക്ക് പോയ പിന്നെ ഞാനും മോളും മാത്രമല്ലേ ഉണ്ടാവൂ. ഇവിടുത്തെ പോലൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. മാസത്തിൽ ഒരിക്കൽ പോയി വന്നാ മതിയല്ലോ. അത് വേണ്ട, ആ ചേട്ടൻ അങ്ങനെ ഒറ്റയ്ക്ക് കഴിയണ്ട. ഞാനത് സമ്മതിക്കില്ല. ചേട്ടാ, ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യണം? കിട്ടിയ ജോലി വേണ്ടെന്ന് വെക്കട്ടെ? നല്ല കാര്യായി. ജഡ്ജിയായിട്ട് കിട്ടിയ നിയമനം വേണ്ടെന്ന് വെക്കേ. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. അച്ഛനും അമ്മയായിട്ടൊക്കെയുള്ള ഒരു ജീവിതം പെട്ടെന്ന് നഷ്ടപ്പെടുമെന്ന് ഓർത്തപ്പോ ഒരു സങ്കടം, അത്രേ ഉള്ളൂ. എടോ, ഒരു കണക്കിന് നമുക്കൊരു മാറ്റം നല്ലതാ. ദൈവം അതിനായിരിക്കും ഇങ്ങനൊരു ഭാഗ്യം തന്നത്. പുതിയ നാട്, പുതിയ ജീവിതം. എന്തായാലും നമുക്ക് നോക്കാം. നമ്മളോടൊപ്പം രാധമോളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. കൃഷ്ണമോൾക്കൊരു കൂട്ടുമായിരുന്നേനെ, അല്ലേ ചേട്ടാ? നമുക്ക് ആഗ്രഹിക്കാനല്ലേ പറ്റൂ. താനും കണ്ടതല്ലേ, ഒരാള് പോലും നമ്മുടെ ആഗ്രഹത്തിനൊപ്പം നിൽക്കില്ല. എവിടെയായാലും ആ കുഞ്ഞിൻ്റെ ഒരു നല്ല ജീവിതം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ ആയോ മോളെ? ആയി അച്ഛമ്മ. പൂജമോൾ കൂടി പോകുന്നില്ലെന്ന് ഓർക്കുമ്പോ മനസ്സിനൊരു വിഷമം. കൃഷ്ണമോളുടെ കളിയും ചിരിയൊന്നും ഇനിയും കാണാൻ പറ്റില്ലല്ലോ. ഞങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും വരാമല്ലോ അച്ഛമ്മേ. എപ്പോഴും ആവുമ്പോ അതൊക്കെ ബുദ്ധിമുട്ടാകില്ലേ മോനെ? നിങ്ങളുടെ സന്തോഷം എനിക്ക് വലുത്. സത്യം പറഞ്ഞാ എനിക്കിവിടുന്ന് പോകാൻ ഇഷ്ടമല്ല അച്ഛമ്മേ. ആ ചേട്ടനെ ഒറ്റയ്ക്കാക്കാൻ പറ്റില്ലല്ലോ. അത് വേണ്ട. അല്ലെങ്കിലും അർജുൻ അധിക നാളൊന്നും നിന്നെ പിരിഞ്ഞ് മാറി നിന്നിട്ടില്ല. അച്ഛമ്മയും അമ്മയൊക്കെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വന്നേക്കണം. അവിടെ കാണാൻ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ വയസ്സുകാലത്ത് ഞാൻ ഇനി എന്ത് സ്ഥലം കാണാനാ? അതിന് താജ്മഹൽ അച്ഛമ്മ കണ്ടിട്ടില്ലല്ലോ. അതുപോലെ ധാരാളം സ്ഥലങ്ങളുണ്ട്. ആദ്യം നിങ്ങളില്ലേ, ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. മോളെ, ഒരു പരിചയമില്ലാത്ത നാടാണ്, അറിയാമല്ലോ. എല്ലാ ഭാഷക്കാരും അവിടെ ഉണ്ടാവും. സൂക്ഷിച്ചും കണ്ടും ജീവിക്കണം. അറിയാം അച്ഛമ്മേ, ഞാൻ ശ്രദ്ധിച്ചോളാം. ശരി, നിങ്ങൾ ഇറങ്ങാൻ നോക്ക്. പാവ അച്ഛമ്മ, അച്ഛമ്മയ്ക്ക് നല്ല വിഷമമുണ്ട്. കുറച്ചു കാലം കൊണ്ട് താൻ അത്രമാത്രം എല്ലാവരുടെയും ഹൃദയത്തിൽ പതിഞ്ഞു പോയില്ലേ? കളിയാക്കിയതാണോ? ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞത്. ഇവിടെ ഉള്ളവർക്കൊന്നും തന്നെ പിരിയാനായിട്ട് സാധിക്കില്ല. പിന്നെ ഞാനങ്ങനെ പിരിയും?